ജീവിതത്തിലെ ഓരോ സെക്കൻഡിനും അത്രയേറെ വാല്യൂ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ പിള്ളേർ. അതുകൊണ്ടാണ് അവർ ഈ ഒരു ട്രെൻഡിലേക്ക് മാറിയിരിക്കുന്നത്. അതായത് ഇതുവരെ +1ഉം +2ഉം ഒയപ്പി നടന്ന് കളിച്ചിട്ട് അതിനുശേഷം സീരിയസ് ആയി ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് 1-2 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് നീറ്റും ജെയും ഒക്കെ ക്രാക്ക് ചെയ്യാം എന്നുള്ള ചിന്തയിൽ നിന്ന് മാറിയിട്ടുണ്ട് കുട്ടികൾ. ഇപ്പൊ അവർ ചിന്തിക്കുന്നത് ഇല്ല, അത്രയും ആ +1 +2 ഒയപ്പി വേസ്റ്റ് ആക്കാൻ പറ്റില്ല, അതിനുശേഷം 1-2 വർഷം റിപ്പീറ്റ് ചെയ്തും വേസ്റ്റ് ആക്കാൻ പറ്റൂല, അങ്ങനെ ഒരു 3-4 വർഷം ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നീറ്റിനും ജെയ്ക്കും പ്രിപ്പറേഷൻ തുടങ്ങണം. ആൻഡ് +1ലും +2ലും +1ന്റെയും +2ന്റെയും കൂടെ നീറ്റും ജെയും പഠിച്ചിട്ട് ഞങ്ങൾക്ക് എന്താണ് ആ +2 കഴിയുമ്പം തന്നെ മികച്ച NITകളിലും IITകളിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിലും ഒക്കെ കയറണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ആഗ്രഹം. ആൻഡ് അത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. കാരണം നമ്മൾ സക്സസ്ഫുൾ ആവുക എന്നുള്ളത് മെയിൻ കാര്യമാണെങ്കിലും എത്ര നേരത്തെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയാണ് എഡ്യൂപോർട്ടിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഒരുങ്ങിയിരിക്കുന്നത്, ഫുൾ സെറ്റ് ആയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇനി +1 +2ന്റെ കൂടെ തന്നെ നീറ്റ് ജെഇ ക്രാക്ക് ചെയ്യാനുള്ള ഒരു അടിപൊളി അവസരവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആൻഡ് അവിടെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് അതായത് +1 +2ന്റെ കൂടെ നീറ്റ് ജെഇ 2 വർഷം നിങ്ങൾക്ക് എഡ്യൂപോർട്ടിന്റെ കൂടെ 1 രൂപ പോലും തരാതെ ഫ്രീ ആയിട്ട് പഠിക്കാം. അതായത് കോഴ്സിന് ഫീ ഇല്ല, ഫുഡിന് ഫീ ഇല്ല, ഹോസ്റ്റലിന് ഫീ ഇല്ല, ഒന്നുമില്ല. എഡ്യൂപോർട്ടിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് 2 വർഷം പഠിക്കാനുള്ള അവസരം, 1 രൂപ പോലും തരാതെ 2 വർഷം പഠിക്കാനുള്ള അവസരം. ആൻഡ് ഉറപ്പായിട്ടും നീറ്റും ജെയും അതോടെ തന്നെ +2 കഴിയുന്നതോടെ തന്നെ അതും സേഫ് ആക്കാനുള്ള ഒരു അവസരവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് 100% വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, എഡ്യൂപോർട്ട് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ആണെന്ത് ഇസാറ്റ്. ഇസാറ്റിന്റെ ഒരു സെഷൻ ആദ്യമേ നടന്നു കഴിഞ്ഞു. അതെന്താണ്, അതിൽ അത്രയേറെ കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത്. അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് അതിന്റെ ഒരു 2ാമത്തെ സംഭവമായിട്ട് നമ്മൾ നടത്തുകയാണ്. ഒരിക്കൽ കൂടെ ഇസാറ്റ് എക്സാം മുന്നേ എഴുതിയവർക്ക് ഒന്നുകൂടി സ്കോർ മെച്ചപ്പെടുത്തണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എഴുതാവുന്നതാണ്. ആൻഡ് ഇതിൽ നിങ്ങളുടെ സ്കോറിനനുസരിച്ച് നിങ്ങൾക്ക് 100% വരെ സ്കോളർഷിപ്പ് കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ എക്സാം വരുന്നത് നവംബർ 9ാം തീയതിയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് ടൈം മുന്നിലുണ്ട്. നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. ഓരോ സബ്ജക്റ്റിനും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഈ SSLC ചാനലിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആൻഡ് എന്തൊക്കെയാണ് മാത്സിൽ നിന്ന് പഠിക്കേണ്ടത് എന്ന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നോക്കാൻ പോകുന്നത്. മാത്സിൽ നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യേണ്ടത്. അതായത് അരിത്തമാറ്റിക് സീക്വൻസസ്, സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് എന്തായിരിക്കണം, കംപ്ലീറ്റ്ലി സെറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞ് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ വൃത്തങ്ങളും കോണുകളും എന്നുള്ള ചാപ്റ്റർ പവർഫുൾ ആക്കി വരിക. അരിത്തമാറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര, അതായത് സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്നുള്ള ചാപ്റ്റർ സെറ്റ് ആക്കുക. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം, അതുപോലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, 2ാം കൃതി സമവാക്യങ്ങൾ, ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി, കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ, ടാൻജൻസ്, തൊടുവരകൾ, ഇത്രയും ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മാത്സിൽ ഒന്നും പേടിക്കാനില്ല. ഇത്രയും ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് മാത്സിന് ചോദ്യങ്ങൾ വരിക. ആൻഡ് നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. കാരണം നമുക്ക് വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിനൊക്കെ ഈ ചാപ്റ്റേഴ്സ് എന്തായാലും ആവശ്യമല്ലേ. അപ്പൊ ആ കൂട്ടത്തിൽ ഒന്ന് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമും അടിപൊളിയാക്കാം, ഇസാറ്റ് എക്സാമും ടോപ്പാക്കാം. അതിൽ നല്ല സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് 2 വർഷം എഡ്യൂപോർട്ടിന്റെ കൂടെ പഠിച്ചിറങ്ങുമ്പോൾ നല്ലൊരു മെഡിക്കൽ കോളേജിലോ നല്ല ഒരു NITയിലോ IITയിലോ സീറ്റ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. സോ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് ലിമിറ്റഡ് സീറ്റ്സേ നമുക്കുള്ളൂ. അതായത് ഒരുപാട് കുട്ടികൾ എടുക്കണം ആ ഒരു രീതിക്കല്ല നമ്മൾ ആലോചിക്കുന്നത്. എടുക്കുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് അത്രയും വാല്യൂ ഉള്ള ക്ലാസ്സുകളും സിസ്റ്റവും നൽകിയിട്ട് അവരെ ഉയർത്തി കൊണ്ടുവരണമെന്നാണ് വിചാരിക്കുന്നത്. സോ ഒരുപാട് സീറ്റുകളൊന്നും ഇവിടെ അവൈലബിൾ അല്ല, ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങളുടെ സീറ്റ് ഇപ്പൊ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, എന്ന് സക്സസ്ഫുൾ ആവുന്നു എന്നുള്ളത് ഓക്കെ, സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് മെയിൻ. പക്ഷെ അതിനെക്കാട്ടിലുപരി എത്ര പെട്ടെന്ന് ഇതാവാൻ പറ്റും എന്നുള്ളതിലാണ് കാര്യം. അതായത് നീ ഉഴപ്പുന്ന ഓരോ ദിവസവും നിന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും കഷ്ടപ്പെടേണ്ടി വരും എന്ന് ഓർക്കുക. നീ
എത്ര പെട്ടെന്ന് സെറ്റിലാവുന്നോ അവർക്ക് അത്രയേറെ ആശ്വാസം. നീ ഇടയ്ക്കെങ്കിലും ആലോചിച്ചിട്ടില്ലേ, എനിക്ക് വേണ്ടി ഉപ്പ ഉമ്മ അച്ഛൻ അമ്മ ഇത്രയും ചെയ്യുന്നു, ഞാൻ അവർക്ക് വേണ്ടി എന്താണ് ചെയ്തു കൊടുക്കുക എന്നുള്ളത്? നീ എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. സോ ഈ സാറ്റ് എക്സാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ പെട്ടെന്ന് തന്നെ കയറി രജിസ്റ്റർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്താണ് ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ കിട്ടും നടക്കുന്ന ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോപ്പ് എന്നും കമൻറ്റ് ചെയ്യുക. സോ സി യു, ബൈ.